നബി തങ്ങളെ തലയെടുക്കാൻ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ വീട് വളഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂലോ. പക്ഷേ നബി തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ എന്നോതി ഒരു പിടി മണ്ണ് വാരി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ ഒരു പിടിച്ച വാളുമായി നിൽക്കുന്ന കിഴരന്മാരുടെ മുഖത്തെ കറിഞ്ഞപ്പോൾ അവരൊന്ന് കണ്ണ് തിരുമ്മി തുറക്കുന്നതിന് മുമ്പേ അവരുടെ ഇടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് രക്ഷപ്പെട്ടു. ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു മറയിട്ട് കൊടുത്തു. കണ്ടില്ല, അത് അസാധ്യമായ ഒരു സംഭവമല്ലേ. ഊരിപ്പിടിച്ചു നിൽക്കുന്ന വാളും പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ നബി തങ്ങൾ പോയി. അവർക്ക് കണ്ടില്ല. എന്തേ? ഖുർആൻ ഓതൂ, നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം. അള്ളാഹുവിന്റെ വാഗ്ദാനം. അപ്പൊ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി പോവുകയാണ്.